നമസ്കാരം. മലയാളികൾക്ക് അഭിമാനകരമായ ഒരു വാർത്തയാണ്. 2 ദിവസം മുന്നെയാണ് ഫിൻജാൻ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തും പുതുച്ചേരിയിലെല്ലാം ആഞ്ഞടിച്ച് ജനജീവിതത്തെ തകർത്തെറിഞ്ഞത്. ആ സന്ദർഭത്തിൽ ഏറെ വൈറലായ ഒരു ദൃശ്യമുണ്ട്. ഓർമ്മയുണ്ടോ? ഒരു NDRF ഉദ്യോഗസ്ഥ ഭയന്നുപോയി അവനെ സമാധാനപ്പെടുത്തി ഒപ്പം രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യം മറന്നോ? ഇത് കണ്ടേ. വെളിയെ പോണെന്ന് തരണേ കുടിക്കാൻ വെള്ളം ചോദിക്കുക. വെള്ളമില്ല, അതില്ല ചേട്ടാ, ഇവിടെ നല്ല വെള്ളം ഉണ്ടല്ലോ. ആ ഇതാ ഭയങ്കര പ്രശ്നമുള്ളോ ഇതാ. தம்பி அவங்க இருக்காங்க. அந்த பக்கம் நமக்கு இந்த பக்கம் ஆறு இருக்கிறதுனால தான் தண்ணி. சரியா? அந்த பக்கம் தண்ணி கிடையாது. ஆயா எங்க இருக்காங்க? மேலையா? தம்பி மேல பாட்டி மேல யாரும் இருக்காங்க? தூக்கிட்டு வா. வாரம் 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 வராது மேம். இல்ல வீட்டுக்கு மேலாம் தண்ணி வராது. കണ്ടല്ലോ. ആ ദൃശ്യത്തിലുള്ള സ്ത്രീ അഥവാ NDRF ഉദ്യോഗസ്ഥ ആരെന്നറിയോ? ജീന മുഹമ്മദ്. കൊല്ലം അഞ്ചൽ സ്വദേശിനിയാണ്, മലയാളിയാണ്. ഇത് കൂടാതെ ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത 4 പേരും മലയാളികളാണ്. ആ കുട്ടിയെ രക്ഷിച്ചെടുത്തത് ഏകദേശം ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് തമിഴ്നാട് ആർക്കോണത്ത് നിന്നാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷന് 6 ടീമുകൾ നിയോഗിക്കപ്പെടുന്നത്. അതിൽ 4L എന്ന ടീമാണ്, അഖിലേഷ് കുമാർ എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ പ്രദേശത്ത് റെസ്ക്യൂ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. അതായത് കടലൂർ പ്രദേശത്താണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ. പകൽ പരമാവധി പേരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം രാത്രി ടോർച്ച് വെട്ടം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടയിലാണ് വില്ലേജ് ഓഫീസറുടെ കോൾ വരുന്നത്. അവർ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീടിനകത്ത് ഒരു അമ്മയും ഒരു കുഞ്ഞും കുടുങ്ങിയതായിട്ട്, ഏകദേശം അവരുടെ വീട് പകുതിയോളം വെള്ളത്തിൽ മുങ്ങിയെന്നായിരുന്നു ഇൻഫർമേഷൻ. ഈ വിവരം ലഭിച്ച ഉടനെ മലയാളികളായ സുധീറും ഗിരീഷും ജീനയും സുജിത്തും എന്ന 4 അംഗ സംഘം ഈ പ്രദേശത്തേക്ക് തിരിക്കുകയായിരുന്നു. കുത്തിയൊലിക്കുന്ന വെള്ളത്തിലാണ് ഈ തെരച്ചിലിന് കടന്നു പോകുന്നത്. ആ സന്ദർഭത്തിൽ ഈ വീട് എവിടെയാണെന്ന് പോലും ഇവർക്കറിയില്ല. ഒടുവിൽ തെരഞ്ഞു പിടിച്ച് വീട് കണ്ടെത്തുമ്പോൾ ഏകദേശം ആ വീടിന്റെ 1/4 ഭാഗത്തോളം മുങ്ങിക്കഴിഞ്ഞിരുന്നു. വീടിന്റെ 1/4 ഭാഗം വെള്ളത്തിൽ മുങ്ങിയിരുന്നു. 2ാം നിലയിൽ ജീവൻ മുറുകെ പിടിച്ച് നിലവിളിച്ചിരുന്ന ആ കുഞ്ഞിനെ വീടിന്റെ മുകൾ ഭാഗം പൊളിച്ച് അകത്തിറങ്ങി രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ ആ നിലവിളി കണ്ടത്. ആ സന്ദർഭത്തിലാണ് ആ കുട്ടിയെ ജീന സമാധാനിപ്പിക്കുന്നതിന്റെ ദൃശ്യം നമ്മൾ കണ്ടത്. എത്ര ഹൃദയഭേദകമാണ്. അമ്മയുടെ കാര്യം ഓർത്ത് അവൻ നിലവിളിക്കുമ്പോൾ അമ്മയെപ്പോലെ കൂടെ ഇരുന്ന് സമാധാനിപ്പിക്കുന്ന ആ കാഴ്ച ആരുടെയും ഹൃദയത്തിൽ തൊടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെയാണ് ഈ മലയാളികളെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരം ജീവൻ പണയം വെച്ച് ചെയ്യുന്ന രക്ഷാപ്രവർത്തനങ്ങൾ പലപ്പോഴും ചില ദൃശ്യങ്ങളായിട്ട് ഇങ്ങ് പുറത്തു വന്ന് അങ്ങ് പോകുന്നതിനപ്പുറം ഇതാരാണെന്നോ എന്താണെന്നോ അറിയാറില്ല. അതങ്ങനെ പാടില്ല. അവരൊക്കെ ഈ സമൂഹം അറിയണം. അവർ ചെയ്ത ആ നന്മ പ്രവർത്തനം ഈ ലോകത്തിന്റെ മുന്നിൽ നമ്മൾ തുറന്നു കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ കൂടിയാകുമ്പോൾ അത് ഈ നാടിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണെന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് കൊല്ലം അഞ്ചൽ സ്വദേശിനിയായിട്ടുള്ള ജീന മുഹമ്മദിനെയും, തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള സുധീറിനെയും, പാലോട് സ്വദേശിയായ സുജിത്തിനെയും, കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള ഗിരീഷിനെയും നമ്മൾ പേരെടുത്ത് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരെ പരിചയപ്പെടുത്തുന്നത്. അവരെ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മുടെ മലയാളികളായിട്ടുള്ളവർ NDRF പോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട് അവർ ദുരന്ത മേഖലയിൽ പല തരത്തിലുള്ള ജീവൻ മരണ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെയാണ് ഒരു അംഗീകാരം എന്ന് പറയുന്നത്. കാര്യം ചെയ്ത പ്രവർത്തനങ്ങൾ ജനം അറിയണ്ടേ, നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ കിട്ടിയപ്പോൾ, അവരുടെ വിവരം ലഭിച്ചപ്പോൾ നിങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കണമെന്ന് കരുതിയത്. എന്തായാലും അതിന്റെ കുറേയേറെ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നിങ്ങൾ കണ്ടിരിക്കണം. എത്രമാത്രം സാഹസികമായിരുന്നു ആ റെസ്ക്യൂ ഓപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കുത്തിയൊഴുകുന്ന പുഴയാണ്, വെളിച്ചം പോലുമില്ല. ജീവൻ പണയം വെച്ച് NDRF സംഘം നടത്തിയിരിക്കുന്ന ആ രക്ഷാപ്രവർത്തനം അത് ആ നാട്ടിലെ ജനങ്ങൾ കയ്യടിയോടുകൂടി സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. NDRFിലെ മലയാളി ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം പങ്കുവച്ചു തന്നത്. അത് കണ്ടപ്പോൾ തോന്നി അവരെക്കുറിച്ച് ഈ സമൂഹത്തിനോട് പറയേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം ഈ ജനങ്ങളെ കാണിക്കേണ്ടതുണ്ട്. കാര്യം ഈ നാട്ടിലെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി കുറേയേറെ മനുഷ്യർ പെടുന്ന പെടാപ്പാടുകൾ അത് സമൂഹം കണ്ടിരിക്കണം.
ఈ కంట్లో ఏం పట్టలేదు కదా. அங்கெல்லாம் தண்ணி இல்லை, இங்க மட்டும் தான் தண்ணி. இப்ப நீ பயப்படாதானே? சரி எடுத்துட்டு போற, நீ பயப்படாத. இல்ல அம்மா அவர அம்மா வேற ஸ்தலத்துக்கு அம்மா கூட்டு போயிருப்பாங்க, நீ என்ன பயப்படாத. இருக்கட்டுமா, நாளைக்கு வந்துருவோம், நாளைக்கு நார்மல் ஆயிடும். இன்னைக்கு ஒரு நாள் தான் தண்ணி, இன்னைக்கு ஒரு நாள் என்ன அட்ஜஸ்ட் பண்ணிக்கோ. இந்த போன வெளியே போனேன்னு தரேனே, குடிக்காம வெள்ளம் சொல்லிக்கோ. വെള്ളം ഇല്ല, അതില്ല ചേട്ടാ, ഇവിടെ നല്ല വെള്ളം ഉണ്ടല്ലോ. ഇതാ ഭയങ്കര പ്രശ്നമുള്ളോ ഇതാ. தம்பி சரி சரி, ஒன்றும் இல்லை, போயிடலாண்ணே. ആർക്കോണത്ത് നിന്നും സഞ്ജീവ് ദേശ്വാൾ എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ 6 ടീം അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ എത്തിയത്. അവർ നടത്തിയ രക്ഷാപ്രവർത്തനം ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം സാഹസികമായിരുന്നു. പല പ്രദേശങ്ങളിലും കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം വകവെച്ച് ജീവൻ തിരികെ പിടിക്കാൻ വേണ്ടി അവർ നടത്തിയ ശ്രമം ജനം കയ്യടിയോടുകൂടി സ്വീകരിക്കുകയും അല്ലെങ്കിൽ ജനം ആരവത്തോടുകൂടി അവരെ സ്വീകരിക്കാൻ കാരണം അവർ നടത്തിയ ഇടപെടൽ തന്നെയാണ്. അതിൽ മലയാളികൾ ഇത്തരം വലിയൊരു ഓപ്പറേഷൻ, ഒരു വൈറലായ വീഡിയോയുടെ ഭാഗമായി മാറുമ്പോൾ അത് ആരാണെന്ന് നമ്മുടെ നാട് അറിയണ്ടേ. അതുകൊണ്ടാണ് ജീന മുഹമ്മദിനെയും സുധീറിനെയും ഗിരീഷിനെയും സുജിത്തിനെയും എല്ലാം നമ്മുടെ മലയാളികളാണ്. അവർ മറ്റു നാട്ടിൽ പോയി ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട് കൂടി അറിഞ്ഞിരിക്കണം. അവരുടെ ആ പ്രവർത്തനങ്ങളെ നമ്മൾ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും വേണം.